അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് നമുക്ക് റിവ്യൂ ചോദിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ ചലഞ്ച് കണ്ടുപിടിച്ച അമ്മയാണ്, അതുകൊണ്ട് തന്നെ നല്ല വീഡിയോ ആയിരുന്നു. പക്ഷെ പ്രൈസ് കൊണ്ടുവരേണ്ട ഇഞ്ചേനും അത് കൊണ്ടുവന്നിട്ടില്ല. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിതാ ഇന്നൊരു കിഡിലും ചലഞ്ചും ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ചലഞ്ച് എന്താന്ന് പറഞ്ഞാൽ അല്ല, ഇന്നത്തെ ചലഞ്ച് കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചലഞ്ചാണ്. ഒരു സിനിമ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, അതിന്റെ കഥ ഇങ്ങനെ പറയാ, എന്നിട്ട് ആര് കണ്ടുപിടിക്കുന്ന വെച്ചാൽ കൈപൊക്കുക, ആൻസർ പറയാ. ഏത് സിനിമയാണ്? ഏത് സിനിമ? ഇപ്പൊ അമ്മ സിനിമ പറയാ, സിനിമ മനസ്സിൽ വെക്കുക, എന്നിട്ട് ഇങ്ങനെ പറയാ, അതിന്റെ കഥകൾ ഇങ്ങനെ പറയാ. അങ്ങനെ പരമാവധി അമ്മ എന്താ പണിഷ്മെന്റ് തരാനുള്ള രീതിയിൽ മാത്രം പറയാ, കഥ വ്യക്തമാത്ത രീതിയിൽ. തോൽക്കുന്നാണെങ്കിൽ ഓരോരുത്തർ രണ്ടാളോടൊപ്പം ചോദിക്കുക, രണ്ടാളെ വായിലും കുറച്ച് നാരങ്ങ ഇങ്ങനെ എടുക്കുക, വായിലിട്ടിച്ചു കൊടുക്കുക. അതാണ് ഇന്നത്തെ പരിപാടി. വേറെ നാരങ്ങെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോയിട്ട് വരാം. അപ്പൊ ആദ്യമായിട്ട് മത്സരിക്കുന്ന ആരാ? തുടങ്ങി വെച്ചതല്ലേ? ഞാൻ തുടങ്ങട്ടെ. ഗൈസ്, അപ്പൊ ആടെ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് എന്താ ബഹളം ഉണ്ട്, ചെറിയ ചെറിയ വാർപ്പിന്റെ പണി നടക്കുന്ന. നമുക്ക് നേരെ ചലഞ്ച് തുടങ്ങാം. അവിടെ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ചെറിയ ഒച്ചയും ബഹളമെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ സിനിമേന്റെ കഥകൾ പറഞ്ഞു. 2 മക്കളുണ്ടായിരുന്നു. മക്കൾക്ക് അച്ഛനെ തെരുവിൽ നിന്നും കിട്ടുന്നത്. എന്നിട്ട് അച്ഛനും മക്കളും കൂടി മനസ്സിലാക്കിട്ട് സിനിമ പറയണോ, കൈവക്ക പറയാ, മനസ്സിലാക്കിണ്ടെങ്കിൽ. തെറ്റാണെങ്കിൽ വായിൽ ഒറ്റ പ്രാവശ്യം മാത്രം സിനിമ പേര് പറയാൻ പാടുള്ളൂ. കഥ പറഞ്ഞിങ്ങനെ പോവാ, ഒറ്റ പ്രാവശ്യം പറയാൻ പാടുള്ളൂ. അതല്ല, തെറ്റ് പറഞ്ഞാല് മാർക്ക് കുറക്കുന്നതായിരിക്കും. കാര്യം മനസ്സിലായി. സിനിമേനെ വേറെ അറിയാം. കഥ തെരുവെന്ന് കിട്ടിയ അച്ഛനെ കൊണ്ടുവരി വേറൊരു നാട്ടിലെത്തുന്നത്. അപ്പൊ അച്ഛനും മക്കളും കൂടി ഒരിക്കൽ കിടന്നുറങ്ങുന്നതായിരിക്കും. മകന് വിശക്കും, എല്ലാവർക്കും വിശന്നിട്ട് മകൻ പോയിട്ട് ഭക്ഷണം കട്ടുന്നു. ആ ഭക്ഷണത്തിൽ വിഷം ചേർത്ത്. അപ്പൊ ഫസ്റ്റ് എന്റെ സിനിമയുടെ അകത്ത് തന്നെ സനു ഇത് അടിച്ചു പറ്റിട്ടുണ്ട്. 1 മാർക്ക് സനുവിന് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ആരാ മത്സരിക്കുന്നത്? സനു അല്ലേ? സനു പറഞ്ഞോ. അതൊരു സർക്കസിലുള്ള കുറെ ആൾക്കാരുണ്ടാവും. ആടെ അവർക്ക് ഭയങ്കര ദുരിതങ്ങളായിരിക്കും. ആടെ ഒരു ചങ്ങായി ഉണ്ടാവും അതിനെ സഹായിക്കുന്ന ഒരാള്. പക്ഷെ അയാള് ജയിലായിരിക്കും. പകരം അയാൾക്ക് പകരം വേറൊരാള് വരും, അയാളെ സഹായിക്കുന്ന ഒരാള്. അത് വരുന്നത് മനുഷ്യനായിട്ടല്ല, വേറൊരാളായിട്ടാ. എന്നിട്ട് വന്നിട്ട് പിന്നെ ഇവരെ രക്ഷിക്കുകയോ ഓരോന്നെല്ലാം ചെയ്യും. പക്ഷെ ഈ രക്ഷിക്കുന്ന ആളെ പിടിക്കുക ഒരു മന്ത്രവാദി പോലത്തെ ഒരാളെ പിടിക്കും. എന്നാ പട്ടണത്തിൽ പ്രേതം. പട്ടണത്തിൽ പ്രേതമല്ല, ഭൂതമല്ലേ? പട്ടണത്തിൽ പ്രേതം. അപ്പൊ പൊട്ടിയാരാ? ഞാനല്ലേ? പൊട്ടിയില്ല. അപ്പൊ തമ്മേനെ അത് വിട്ടുപോയി ഗൈസ്. അപ്പൊ അതെ, അത് മറന്നുപോയി. അപ്പൊ കുറച്ച് നേരയാ. നെക്സ്റ്റ് അമ്മ. ഏതെങ്കിലും പറഞ്ഞോ? കണ്ട സിനിമ പറഞ്ഞോ? കഥ പറഞ്ഞാൽ കോട്ടെ. ഒരാൾക്ക് നിലവിൽ 2 ഭാര്യയുണ്ട്. അത് കൂടാണ്ട് വേറൊരു സുന്ദരിയായ ഒരു പെണ്ണിനെ കൂടി കണ്ടപ്പോ അതിനെയും കൂടി കെട്ടിക്കൊണ്ട് വന്ന്. അപ്പൊ ഓൾക്കാണെങ്കിൽ ഈ ഭർത്താവിനോട് വലിയ താല്പര്യമില്ല. ഓരോ ഉടക്കും പറഞ്ഞ് ഓരോ ദിവസവും അയാൾ മാമ്പയോ ലിപ്സ്റ്റിക് വേലാക്കല്ലേ? എങ്ങനെ? അടുത്തതായിട്ട് ഞാൻ പറട്ടെ. ഇവിടെ ഒരു കുത്തലിട്ട് വന്ന ഗൈസ്, അത് മയഞ്ഞു വഴി. നെക്സ്റ്റ്, ഒരു ചെറുപ്പകാലത്തില് ഓല് ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. വലുതായാലോ ആ ഒരു ഫ്രണ്ടിന്റെ കൂട്ടത്തില് ഒരാള് വലിയ ആളാവും, വലിയൊരു നിലയിലെത്തും. അവിടെ ഈ ചെറുപ്പത്തില് ഓനെ സഹായിച്ച ഫ്രണ്ട് എന്നും താഴ്ന്ന തട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. വലുതായിട്ടും എന്താ കഥ പറയും. റൈറ്റ് ആൻസർ. ഒരു സിനിമ കാണാനുണ്ട്, കുറച്ച് നീര് കുടിച്ചു വിട്ടിട്ട്
എങ്ങനെ വായി കേക്കല്ലേ. അടുത്ത അതാണ് നമ്മളെ ചലഞ്ചിന്റെ പേര് തന്നെ. ചലഞ്ചിന്റെ പേര് തന്നെ അത് തന്നെ. കഥ പറയുമ്പോൾ അപ്പൊ സാനു അടുത്ത പറഞ്ഞോ കഥകൾ പറയട്ടെ. പറഞ്ഞോ. അത് ഒരു 2 ആൾക്കാരുണ്ടാവും, സുഹൃത്തുക്കളായിരിക്കും. സുഹൃത്തുക്കളാ? വ്യക്തമായിട്ട് സംസാരിക്കും. സുഹൃത്തുക്കളായിരിക്കും 2 ആള്. ഇവർ എന്നിട്ട് ഒരു സുഹൃത്ത് വേറെ മതക്കാരും മറ്റേത് വേറൊരു മതക്കാരും. ആ നാരങ്ങ ആയിട്ട് ഇവിടുത്തെ പേര് തന്നെയാണ്. കഥ പറഞ്ഞോ. അന്നേരം ഈ സുഹൃത്തിന്റെ കഥയെ ആവാഹിക്കുന്ന ഈ സുഹൃത്തിന്റെ പെങ്ങള ഈ മൊയ്തീന എന്ന് നിന്റെ മൊയ്തി കയ്യടിക്കടാ. വ്യക്തമാണ്ടാലോ കുറച്ച് നാരങ്ങ നീര് കൊടുത്തൂടെ. കാണിക്ക വായിങ്ങിട്ട് ബുദ്ധി എടുക്കതാ ഗൈസ്. ഓരോ നാരങ്ങ വീതാണ് എടുത്തോണ്ടിരിക്കുന്നത്. എങ്ങനെ നെക്സ്റ്റ് കഥ അമ്മ പറഞ്ഞോ. എന്ത് കഥ കണ്ടുപിടിക്കും? ഒരു തറവാട് വീട്. അമ്മയും 2 ആൺമക്കളും 2 സഹോദരിമാരുണ്ട്. പക്ഷെ ഒരാളെ കല്യാണം കഴിഞ്ഞതാണ്, ഒരാളെ കല്യാണം കഴിക്കാൻ ബാക്കിയുണ്ട്. അപ്പാട് എന്താ ഉണ്ടായേ? ഏട്ടനാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അനിയൻ പഠിക്കുന്നയാളാ, വക്കീൽ ഭാഗ പഠിക്കുന്നത്. ഞാൻ ആക്കിയ പോരെ. ഇങ്ങനെ അടുത്ത ഞാൻ പറയട്ടെ. ഞാനല്ല പറയട്ടെ. ഒരു വ്യക്തിയായിരിക്കും, ഒരാളായിരിക്കും. ഒരാള് അയാളുടെ നാട്ടില് അയാളെന്താ ഒരു വ്യക്തത ഉണ്ടാവില്ല. എന്താ പറയാ, ആണുമല്ല പെണ്ണും അല്ലാത്തൊരു എങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആളല്ലായിരിക്കും. ഐഡന്റിറ്റി ഇല്ലാത്ത ഒരാള്. ഇത് കുടിച്ച് ചായ ഉണ്ടാവും. മൂക്ക് പോയി കുരു പോയ മൂക്കിൽ കുരു കുടിക്കുന്നേ. അടുത്ത കഥ തന്നെ കൃത്യമായിട്ട് വർത്താനം പറയില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ വെള്ളം വായിലേക്ക് അയച്ചുള്ള സാധനം ഉണ്ടാതെ ഈ മത്സരത്തിലെ വിജയം നമ്മളായിരിക്കും മിക്കവാറും. അപ്പൊ ഇന്നത്തെ കഥ വ്യക്തമായിട്ട് പറയും. ഒരു സ്ഥലത്ത് ഒരു പെണ്ണുങ്ങ ഒരാളുണ്ടാവും. ഒരു സ്ഥലത്ത് ഒരു കണ്ണ് കാണാത്ത ആളും പിന്നെ അയാൾ ഭയങ്കര സംഭവമായിരിക്കും പാട്ടിന്റെയല്ലോ. കുഞ്ഞിക്കൂനെ കൈവതിക്ക ഞാൻ പറഞ്ഞു നിങ്ങളോടി 2 കൈവതിക്കുക. പാട്ടൊക്കെ പാടും. പക്ഷെ അതിന് അയാൾക്ക് കണ്ണ് കാണില്ല. അയാൾ വലിയൊരു സ്ഥലത്ത് പോയിട്ട് ആടത്തെ രാജാവ് എന്തെങ്കിലാക്കട്ടെ, ആടത്തെ ഒരാള് ഒരു മോളുണ്ടാവും. ഓക്കല ഇങ്ങനെ പാട്ട് പഠിക്കും. എന്നിട്ട് ഈ മോക്ക് ഈ ആളോട് പ്രേമം തോന്നും. അല്ല തോന്നിയില്ലേ? എന്നിട്ട് ഭയങ്കര പ്രണയം തോന്നും. ഇതില്ലാത്ത കഥയാണ്. എന്നിട്ട് പ്രേമം തോന്നും. എന്നിട്ട് ഇവര് പ്രേമിക്കോ. എന്നിട്ട് പക്ഷെ ഈ അച്ഛൻ ഇഷ്ടം ഉണ്ടാവില്ല. മോള് വലിയ സംഭവമല്ല. എനിക്ക് കണ്ണ് കാണാത്ത ഒരാളെ പ്രേമിക്കുന്നുള്ളൊരു ഇതുണ്ടാവും. ലാസ്റ്റ് ഇയാളെന്താ എടുക്കും, മോളോടി പറയും കല്യാണമെല്ലാം നടത്തി തരാന്ന്. പക്ഷെ എന്താ എടുക്കും, ഇയാള് ഈ ചങ്ങായിനെ കൊന്നുകാള്. എന്നിട്ട് ഈ മോള് വിചാരിക്കും കല്യാണം പറയേണ്ടിട്ട്, കല്യാണത്തിനെ കുറിച്ച് പറയേണ്ടിട്ടല്ല ഇയാള് പോയതാണ്. പക്ഷെ അയാളെ കൊന്നു കളയും. ഇങ്ങനെ കാത്തു നിൽക്കും. നിങ്ങളെല്ലാം മണ്ടന്മാരെ, നിങ്ങൾക്കൊന്നും തീരില്ല. മനസ്സിലായില്ല. ഗൈസ് ഇത് കള്ളക്കഥയാ ഉണ്ടാക്കി പറയുന്ന. ഇങ്ങനെ മോഹൻലാലെല്ലാം വരും, കയ്യെല്ലാം വെട്ടിയിട്ടുള്ള ദേവദൂതൻ. അപ്പൊ ഇതാ അമ്മേന്റെ വായി കാണിച്ചോളൂ. അമ്മ 2 പ്രാവശ്യമാണ് വായിലേക്ക് ആക്കിക്കൊള്ളു. ഞാനും 2 പ്രാവശ്യം, സനു 4 പ്രാവശ്യം ഞാൻ ആക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ലേഖണ്ടേ അല്ല അമ്മയോ? ചോദിച്ചോ.
ചോദിച്ചോ? പറയാം. ഒരാള് അയാൾക്ക് ആരുമില്ല. അയാളൊരു വലിയ ഒരു മുതലാളിന്റെ വീട്ടിൽ വേലക്കാരനായിട്ട് നിന്ന്. അതിനുശേഷം ആയ മുതലാളിന്റെ മകളും മകളെ ഭർത്താവല്ലായതിനു ശേഷം ഇയാള് പുറന്തള്ളപ്പെട്ടു. അതിനുശേഷം ആ നാട്ടിലുള്ള സകല കാര്യങ്ങളും നോക്കി നടത്തുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെല്ലാം ഇയാളാണെങ്കിൽ മോളെ ഭർത്താവ് അല്ല, ഈ പുറത്താക്കി ഇയാളാണെങ്കിൽ നാട്ടിലെ കാര്യങ്ങൾ നോക്കും, എല്ലാ കാര്യങ്ങളും നോക്കും. പക്ഷെ ജനങ്ങൾക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, ഇഷ്ടമല്ല. ഇയാൾ പോക്കിരിയാണെന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇയാൾ നല്ലൊരു മനുഷ്യനാണ്. വ്യക്തമായില്ല. ഇയാള് പുഴയുടെ മോനാന്ന് പറയുന്നത്. പുഴയാണ് എന്റെ അമ്മ എന്നാണല്ലേ. മതി 5 കിട്ടി ശരിക്കും. എന്ത് വിളിപ്പാ? അടുത്ത ഞാൻ പറയട്ടെ. ഒരു 6-7 ആളടങ്ങിയ ഒരു ആണുങ്ങളെ സംഘം ഓലൊരു ഗെയിമിന്റെ അകത്ത് പങ്കെടുക്കുന്ന. ആ ഗെയിമിന്റെ അകത്തേക്ക് ഓല് പോയി, ഗെയിമിന്റെ അകത്ത് ജയിച്ച് ആടുന്ന ഒരു സംഭവം കിട്ടി പ്രൈസായിട്ട്. അതും വന്ന് തുടങ്ങുന്ന ഒരു കഥയാണ് ഈ സിനിമ. അത് വെച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ. കുറച്ച് കൊടുക്ക. ഇതിലേതാ മതിയാ? അടുത്ത സാധനം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു പ്രസംഗിക്കാനല്ല പറഞ്ഞ, വീഡിയോ വേണ്ടിട്ടാ. ഒരു ഭർത്താവ് ഒരു ഭാര്യ ഉണ്ടാവും, ഭാര്യയും ഭർത്താവാണല്ലോ, എന്നിട്ട് ഒരു കുട്ടിയും ഉണ്ടാവും. സ്വാഭാവികം. എന്നിട്ട് കുട്ടി രാത്രി എന്തോ മാങ്ങിയോ തേങ്ങ എന്തോ വാങ്ങാൻ വേണ്ടിട്ട് പറഞ്ഞു വിടൂ. അയാൾ മരിച്ചു. പിന്നെ കുറച്ച് കാലം കഴിയുന്നേരം ഈ അമ്മ മെല്ലെ നോക്കുകയും ചെയ്യും. പക്ഷെ ഈ അമ്മേന്റെ അടുത്ത് കാശൊന്നും ഇല്ലായിട്ട് ഒളിച്ചു നിൽക്കുകയും ചെയ്യും. ഈ വീടിന്റെ ഓണറെല്ലാം വരുന്നേരം ഒളിച്ചു നിൽക്കും. പിന്നെ മോളെ ഫീസ് കൊടുക്കുകയും അതിനെല്ലാം പൈസ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു ഓട്ടോക്കാരൻ വരുന്നു, ഇവരെങ്ങനെ സഹായിക്കുകയും ചെയ്യുന്നു. ഭയങ്കര ഇതായിരിക്കും. എന്നിട്ട് ഓട്ടോക്കാരൻ ഭയങ്കര സഹായം എല്ലാം ചെയ്തു കൊടുക്കും. ഇത്ര പിന്നെ എന്നിട്ട് സഹായിക്കൊല്ലം ചെയ്യും. ഇങ്ങനെ ഓടക്കൊല്ലം ഇങ്ങനെ കൊല്ലം ചെയ്ത് പാട്ടെല്ലാം എന്നിട്ട് ആ മോൾക്ക് ഭയങ്കര തന്നെ ആവും. പിന്നെ ഈ അമ്മയും ചെറിയ നൈസോ അങ്ങനെ എന്തോ ആവും തോന്നുന്നു. സിനിമ പിന്നെ നിർത്തിക്കൂടെ? സിനിമ നൈസാന്ന് തോന്നുന്നു. പിന്നെ കൊറേ കഴിഞ്ഞിട്ട് ഓരങ്ങ് ഗൾഫിലാക്കുമ്പോ പോകും. കഥ തുടരുന്നു. അപ്പൊ അങ്ങനെ ആയിക്കും. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചേ അല്ലല്ല, രണ്ടാക്കും കൊടുത്തേക്ക്. കഥ തുടരുമ്പോ അങ്ങനെയാ അറിഞ്ഞുകൂടാ. അടുത്ത അവസാനത്തെ അമ്മയും കൂടി ഒരു കഥ പറയാ, എന്നിട്ട് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അല്ല കുറച്ചുകൂടി പോടാ കഴിഞ്ഞ് പറഞ്ഞോ. അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള മക്കള്. മരിച്ചതിന് ശേഷമല്ല, അമ്മ മരിച്ചിട്ട് അല്ല, അച്ഛൻ മരിച്ചതിന് ശേഷം. ആരാ മരിച്ചേ? അച്ഛൻ മരിച്ചതിന് ശേഷം മക്കളെ നോക്കി ജീവിക്കുന്ന അമ്മ. അതേ ഓർമ്മയില്ല, ഒരു തേങ്ങ ഓർമ്മയില്ല. ഒരു കഥ മറന്നുപോയി, മാറിപ്പോയി. ഒരുപാട് കഥ വന്ന് തിങ്ങിട്ട് ഏതാ പറയേണ്ടതെന്ന് തിരിയുന്നു. ഒരു അച്ഛനും അമ്മയ്ക്കും അങ്ങോട്ട് മക്കൾ. എന്തായാലും ചെറുപ്പം കണ്ട സിനിമയാ. അച്ഛനമ്മക്കും ദേവദൂതന അല്ല, ഇത് ഇതെങ്ങനെ പെട്ടെന്ന് ഞാൻ കഥ ആകാശദൂതൻ. ഓക്കെ,
അപ്പൊ ഞാൻ ജയിച്ചു. ചാലഞ്ചിൽ ജയിച്ചിരിക്കുന്ന ഗോപിക. കഥ എന്തെങ്കിലും തുടങ്ങണ്ടേ? മനസ്സിലാക്കി അതല്ലേ ഉദ്ദേശിച്ചേ? ഉദ്ദേശിച്ചല്ലേ? അമ്മോ കൊറേ പുറത്തായി. അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് നമുക്ക് റിവ്യൂ ചോദിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ ചലഞ്ച് കണ്ടുപിടിച്ച അമ്മയാണ്, അതുകൊണ്ട് തന്നെ നല്ല വീഡിയോ ആയിരുന്നു. പക്ഷെ പ്രൈസ് കൊണ്ടുവരണ്ട ഇഞ്ചേനും അത് ഇഞ്ചേനും അത് കൊണ്ടുവന്നിട്ടില്ല. ഇന്നത്തെ പ്രൈസ് ഇല്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഇന്നെന്താ ഒരു രസകരമായ വീഡിയോ ആണ്. ആരും അങ്ങനെ ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിക്കില്ല എന്നാണ് എന്റെ തോന്നുന്നത്. ആരാ വിജയിച്ചെന്ന് ആരും കണ്ടിരിക്കില്ല. അപ്പൊ എന്താ ഇനി അമ്മേനോട് രണ്ടു വർത്താനോ? അമ്മക്ക് എന്താണ് പറയാനുള്ളത്? അതിന് ഞാനും പറഞ്ഞു. അത്ര നല്ല നല്ല ചലഞ്ച് വീഡിയോ. അല്ലെങ്കിൽ ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു വീഡിയോ ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നല്ലൊരു സുഖമായിട്ട് തോന്നിയത് ഈ ഒരു വീഡിയോ ആണ്. ഇത് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പൊ എന്താ നമ്മൾ നല്ല വെളിച്ചത്തിലെല്ലാം എടുത്തിട്ട് കുറെ കാലം ഇങ്ങനെ എടുത്തിട്ട് എല്ലാവർക്കും സമയം കിട്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അത് നല്ലൊരു സുഖമുണ്ട്. അപ്പൊ എന്താ മറ്റേ മുന്നേ ചെയ്ത വീഡിയോ എല്ലാം നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്താ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.